റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. അറേബ്യയുടെ പുണ്യമണ്ണിൽ ഉദിച്ചുയർന്ന അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വന്നത് ഒരു ജനതയെ മാത്രം നയിക്കാനായിരുന്നില്ല, മനുഷ്യകുലത്തിന്റെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ പൂക്കാലം തീർക്കാനായിരുന്നു. അവർ സംസാരിച്ചത് ഒരു കാലഘട്ടത്തോട് മാത്രമായിരുന്നില്ല, കാലത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് മുഴങ്ങിക്കേൾക്കുന്ന മാനവികതയുടെ മഹാസന്ദേശമായിരുന്നു അത്. കറുത്തവനെന്നും വെളുത്തവനെന്നും അറബിയെന്നും അനറബിയെന്നും മനുഷ്യനെ വേർതിരിച്ചിരുന്ന ലോകത്തിന്റെ മുന്നിൽ കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും ഫാരിസിന്റെ മണ്ണിൽ നിന്നെത്തിയ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും സാഹോദര്യത്തിന്റെ ഒരേ നിരയിൽ ചേർത്തു നിർത്തി. മനുഷ്യന്റെ മഹത്വം അവന്റെ വർണ്ണത്തിലല്ല, വംശത്തിലല്ല, സമ്പത്തിലല്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച മാനവികതയുടെ മഹാഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يا كريم الوالدين حوضك الصافي مبارك يا رسول الله بردنا يوم النشور يا نبي سلام അനാഥന്റെ കണ്ണുനീർ കണ്ടാൽ ആ ഹൃദയം ആർദ്രമായി, ദരിദ്രന്റെ വിശപ്പ് കണ്ടാൽ ആ കരങ്ങൾ സഹായത്തിനായി നീണ്ടു. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയിൽ അവർ സന്തോഷം കണ്ടെത്തി. വൃദ്ധരോട് ആദരവും അയൽക്കാരോട് സ്നേഹവും ദുർബലരോട് കരുണയും ശത്രുക്കളോട് പോലും ക്ഷമയും കാണിച്ചുകൊണ്ട് കാരുണ്യത്തിനൊരു ഭാഷയുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും മനോഹരമായ വ്യാഖ്യാനമായി ജീവിച്ച മഹാ റസൂൽ, പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم ما رأينا العيسى حنات في السورة إلا إليك അജ്ഞതയുടെ അന്ധകാരം മനുഷ്യ മനസ്സുകളെ മൂടിക്കെട്ടിയൊരു കാലത്ത്, അധർമ്മത്തിന്റെ ആരവങ്ങൾക്കിടയിൽ ധർമ്മത്തിന്റെ ശബ്ദം നേർത്തുപോയൊരു കാലത്ത്, വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ മനുഷ്യൻ മനുഷ്യനെ വേർതിരിച്ചൊരു കാലത്ത്, അനാഥന്റെ കണ്ണുനീരിന് വിലയില്ലാതിരുന്ന, അടിമയുടെ നെടുവീർപ്പിന് കാതുകളില്ലാതിരുന്ന, പെൺകുഞ്ഞിന്റെ പുഞ്ചിരി പോലും മരുഭൂമിയുടെ മണലിൽ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ആ ഇരുണ്ട കാലഘട്ടത്തിന്റെ ചക്രവാളത്തിൽ കാരുണ്യത്തിന്റെ പൂർണ്ണ ചന്ദ്രനായി, സ്നേഹത്തിന്റെ വസന്തമായി, സത്യത്തിന്റെ സൂര്യ തേജസ്സായി, ലോകങ്ങൾക്ക് അനുഗ്രഹമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم وأتاك العود يبكي وتذلل. കറുത്തവനെന്നും വെളുത്തവനെന്നും അറബിയെന്നും അനറബിയെന്നും മനുഷ്യനെ വേർതിരിച്ചിരുന്ന ലോകത്തിന്റെ മുന്നിൽ കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും ഫാരിസിന്റെ മണ്ണിൽ നിന്നെത്തിയ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും സാഹോദര്യത്തിന്റെ ഒരേ നിരയിൽ ചേർത്തു നിർത്തി. മനുഷ്യന്റെ മഹത്വം അവന്റെ വർണ്ണത്തിലല്ല, വംശത്തിലല്ല, സമ്പത്തിലല്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച മാനവികതയുടെ മഹാഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يا حبيب سلام عليكم صلوات الله عليكم أنت شمس أنت بدر أنت
نور فوق نور. അനാഥന്റെ കണ്ണുനീർ കണ്ടാൽ ആ ഹൃദയം ആർദ്രമായി. ദരിദ്രന്റെ വിശപ്പ് കണ്ടാൽ ആ കരങ്ങൾ സഹായത്തിനായി നീണ്ടു. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയിൽ അവർ സന്തോഷം കണ്ടെത്തി. വൃദ്ധരോട് ആദരവും അയൽക്കാരോട് സ്നേഹവും ദുർബലരോട് കരുണയും ശത്രുക്കളോട് പോലും ക്ഷമയും കാണിച്ചുകൊണ്ട് കാരുണ്യത്തിനൊരു ഭാഷയുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും മനോഹരമായ വ്യാഖ്യാനമായി ജീവിച്ച മഹാ റസൂൽ, പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പ്രതികാരത്തിന്റെ വാൾ ഉയർത്തിയില്ല, ക്ഷമയുടെ പൂക്കൾ വിതറി. അവർ വിദ്വേഷത്തിന്റെ മതിലുകൾ പണിതില്ല, സഹോദര്യത്തിന്റെ പാലങ്ങൾ തീർത്തു. അവർ ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ചില്ല, മുറിവേറ്റ ഹൃദയങ്ങൾക്ക് സാന്ത്വനത്തിന്റെ തണലായി മാറി. കല്ലെറിഞ്ഞവർക്ക് പോലും നന്മയുടെ പ്രാർത്ഥനകൾ സമ്മാനിച്ച, വേദനിപ്പിച്ചവർക്ക് പോലും മാപ്പിന്റെ വാതിലുകൾ തുറന്നുവെച്ച മനുഷ്യ ചരിത്രം കണ്ട കാരുണ്യത്തിന്റെ മഹാസാഗരം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا حبيب. മക്കയുടെ മണൽത്തരികളിൽ തിരുപ്പാദങ്ങൾ പതിഞ്ഞപ്പോൾ ചരിത്രം പുതിയൊരു വഴിയിലേക്ക് നടന്നു. മദീനയുടെ മണ്ണിലേക്ക് അവർ ഹിജ്റ ചെന്നെത്തിയപ്പോൾ സഹോദര്യത്തിന് പുതിയൊരു ചരിത്രം പിറന്നു. അൻസാറും മുഹാജിറുകളും ഒരേ ഹൃദയത്തിന്റെ രണ്ട് സ്പന്ദനങ്ങളായി മാറി. മദീനയുടെ മന്ദമാരുതനിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പുതിയൊരു വസന്തം വിരിഞ്ഞു. ഇന്നും മദീന എന്ന നാമം കേൾക്കുമ്പോൾ വിശ്വാസിയുടെ ഹൃദയം തുടിക്കുന്നു. തിരുനബിയുടെ ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണുകൾ അറിയാതെ ഈറനണിയുന്നു, അധരങ്ങളിൽ സ്വലാത്തുകൾ വിരിയുന്നു, ഹൃദയം കൊതിയോടെ മന്ത്രിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. കാലങ്ങൾ മാറിയേക്കാം, തലമുറകൾ കടന്നുപോയേക്കാം, ലോകത്തിന്റെ ഭൂപടങ്ങൾ പോലും മാറിയേക്കാം. എന്നാൽ വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്ത സൂര്യ തേജസ്സായി നിലനിൽക്കും. الله عليكم ما رأى وجهك يسعد يا كريم الوالدين حوضك الصافي مبارك يا رسول الله അക്കിരിം ജാറക വലൗ കാന കാഫിറ. നിന്റെ അയൽവാസി സഹോദര സമുദായത്തിൽപ്പെട്ടവനാണെങ്കിൽ അവനോട് കൂറ് കാണിക്കണം, അവനെ ഇഷ്ടപ്പെടണം, ഒരു തസ്ബീഹ് മാലയിലെ മുത്തുപോലെ ചേർത്തു പിടിക്കണം. അവന്റെ വിശപ്പ് നീ അറിയണം, അവന്റെ പ്രയാസങ്ങളിൽ നീ പ്രയാസപ്പെടണം. നബി മുഹമ്മദ് മുസ്തഫ ലൈസ ലിൽ അബ്യദി ഫദ്ലുൻ അലൽ അസ്വദ് വലാ ലിൽ അറബി ഫദ്ലുൻ അലൽ അജം ഇല്ലാ ബിത്തഖ്വല്ലാഹ്. വെളുത്തവന് കറുത്തവനേക്കാൾ സ്ഥാനമില്ല, അറബിക്ക് അനറബിയേക്കാൾ സ്ഥാനമില്ലെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച അന്നിഅമത്തുൽ കുബ്ര അലൽ ആലം, പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈക്കും യാ റസൂലല്ലാഹ് സ്വലവാത്തുല്ലാഹ് അലൈക്കും മാ റഅയ്നൽ ഈസ ഹന്നത് ഫിസ്സൂറാ ഇല്ലാ ഇലൈക വൽ ഗമാമ ഖദ് അദല്ലത് യാ റസൂലല്ലാഹ് ഇർദുനാ യൗമ